നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ നയതന്ത്ര തലത്തിൽ സാഹചര്യങ്ങൾ സംഘർഷഭരിതമാക്കുന്ന അവസ്ഥയിലേക്കാണ്. ഇറാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായതാണ് ലോകത്തെ ആശങ്കയിലാക്കുന്നത്. ഇസ്ഫഹാനിലെ കോൺസുലേറ്റിലാണ് ആക്രമണം ഉണ്ടായതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് റഷ്യ പറഞ്ഞു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ഓഫീസ് കെട്ടിടത്തിന് കേടുപാടുകൾ ഉണ്ടായി. അതിനിടെ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രംഗത്ത്. റഷ്യൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. യുദ്ധ സാഹചര്യം എത്രയും വേഗം ലഘൂകരിക്കണമെന്നും പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടതായി ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സമാധാനപരമായ പരിഹാരത്തിനാണ് റഷ്യ മുൻഗണന നൽകുന്നതെന്നും പുടിൻ വ്യക്തമാക്കി. യുഎസും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ആരംഭിച്ച സംഘർഷം യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധിക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കും കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഇടപെടൽ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യയുടെ ഇടപെടൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുടെ പിന്തുണയ്ക്ക് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ നന്ദി അറിയിച്ചു. ഇറാനുള്ള പിന്തുണ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം പുടിൻ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇതുവരെ 150 US സൈനികർക്ക് പരിക്കേറ്റതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കണക്കുകൾ ആദ്യമായാണ് പുറത്തുവരുന്നത്. 8 പേർക്ക് പരിക്കേറ്റെന്നാണ് പെന്റഗൺ ഇതുവരെ പറഞ്ഞിരുന്നത്. ഏകദേശം 140 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് പെന്റഗൺ പിന്നീട് വിശദീകരിച്ചു. ഇതിൽ 108 പേർ ജോലിയിൽ തിരികെ എത്തി. 8 പേരുടെ പരുക്ക് ഗുരുതരമാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനുമായി ആശയവിനിമയം നടത്തി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയെന്ന് ജയശങ്കർ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. ചർച്ചകൾ ഇനിയും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനുമായി വിവിധ രാഷ്ട്രങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. തുർക്കി പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഇറാനുമായി സംസാരിച്ചു. ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ആക്രമണം അവസാനിപ്പിക്കണമെന്നും തുർക്കി ആവശ്യപ്പെട്ടു. അതിനിടെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും വിനാശകരമായത് ഉടൻ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി US എത്തിയിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി തകർക്കുമെന്നും US ആക്രമണങ്ങളിൽ ഏറ്റവും കടുത്തതായിരിക്കും ഇതെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുന്നതിൽ US സൈനികർ വിജയിച്ചുവെന്നും ഇറാനുമായുള്ള സംഘർഷത്തിൽ US നിർണായക വിജയത്തിന്റെ വക്കിലാണെന്നും ട്രംപ് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ ഉടൻ പൂർത്തിയാകുമെന്നാണ് പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹെഗ്സെത്ത് പറഞ്ഞത്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നില്ല. 12ാം ദിവസത്തിലേക്കാണ് യുദ്ധം കടക്കുന്നത്. പുടിൻ അടക്കമുള്ള ലോക നേതാക്കൾ ഇറാൻ ഐക്യദാർഢ്യവുമായി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഏത് ഘട്ടത്തിലേക്ക് ഇനി യുദ്ധം മാറുമെന്നത് ആശങ്കയുണർത്തുന്നുണ്ട് ലോകത്തിനാകമാനം. അതേസമയം യുദ്ധം തുടരുമെന്ന് തന്നെയാണ് അമേരിക്ക അറിയിക്കുന്നത്. ട്രംപിന്റെ ലക്ഷ്യങ്ങൾ വിജയം കാണുമെന്നാണ് അമേരിക്ക പറയുന്നത്. ആക്രമണം കടുപ്പിക്കാൻ ഇസ്രായേലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങൾ പ്രതിരോധിക്കുമെന്നും കടുത്ത തരത്തിലുള്ള ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാനും പറയുന്നത്. എന്തായാലും ലോകമാകമാനം പശ്ചിമേഷ്യയിലെ യുദ്ധ സമാന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്, ആശങ്കയിലാണ്.